എല്ലാവർക്കും സ്വാഗതം. ഗംഗേട്ടനും ശിവേട്ടനും സംസാരിക്കുകയാണ്. അലീന വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ വൈജയന്തി തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും അലീന പോയി. ഇനിയിപ്പോൾ വൈജയുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ലല്ലോ, അവളോട് സംസാരിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ശിവേട്ടൻ പറയുന്ന സമയത്ത് എന്തായാലും ഇനി നമ്മൾ സംസാരിക്കാൻ ഡിലേ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അവൾ പോവാതിരിക്കേണ്ട എന്ന് ഗംഗേട്ടൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശിവേട്ടനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട, കമല അങ്ങോട്ടേക്കല്ലേ പോയിട്ടുള്ളത്, അവരവരുടെ ഇതൊക്കെ ആഘോഷിച്ച് കഴിയട്ടെ, എന്നിട്ട് അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറയും. പിന്നീട് വൈജയന്തി എല്ലാം കഴിഞ്ഞ് അവരുടെ സംസാരം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്താണ് കേട്ടോ ഗംഗേട്ടൻ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. അലീന അവിടെ നിന്ന് പോയി എന്ന് കമല വിളിച്ചപ്പോൾ കൃഷ്ണമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നീ തിരിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ കുറേ പ്രാവശ്യം പോയതാണല്ലോ, എന്നോട്ട് പോയ പോലെ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. വൈജയന്തി എപ്പോഴും തിരിച്ചു പോകുന്നില്ല എന്നുള്ളതിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നിന്റെ മക്കളെ വിളിച്ച് ചോദിച്ചാൽ അറിയാലോ അലീന പോയോ ഇല്ലയോ എന്നുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ശിവേട്ടനോട് പറയാണ്, അവൾ അവിടെ നിന്ന് പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകത്തില്ല, അവൾക്ക് അവിടെ നിന്ന് സുഖം പിടിച്ച് പോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് വൈജയന്തിനോട്, നീ എന്താ ഉദ്ദേശിച്ചത്, നിന്റെ മക്കളെ നിന്റെ വീട് നോക്കി അവൾ അവളുടെ ജോലിയും നോക്കി ഇങ്ങനെ കഴിയുന്നതാണോ നീ പറഞ്ഞ ഈ സുഖം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും, അവൾ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ബാലേന്ദ്രൻ്റെ കൂട്ടില്ലാതെ അവൾ അവിടെ നിന്ന് പോവില്ല, ബാലേന്ദ്രനും കൂടെ പോയി കാണല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു വൈജയന്തിനോട്, അവളെ കൊണ്ടുവിടാനല്ലേ ബാലേന്ദ്രൻ പോയതെന്ന് പറയും. പിന്നെ ഒരു വീട്ടിലെ ജോലിക്കാരി അവിടുത്തെ ജോലി മതിയാക്കി പോകുമ്പോൾ മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവിടുന്നതാണല്ലോ വലിയ അത്യാവശ്യ കാര്യം എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ വിശ്വസിച്ച് കടപ്പാട്ടൂരിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അവിടെ വേറെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ റൂം എടുത്ത് 4 ദിവസം ഇങ്ങനെ താമസിച്ചിട്ട് തിരിച്ചു വന്നാൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നാണ് കേട്ടോ വൈജയന്തി അവരോട് ചോദിക്കുന്നത്. അതുകൊണ്ട് 2 ദിവസം കഴിയട്ടെ എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത്. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, ഇതാണ് നിനക്ക് കടപ്പാട്ടൂരിൽ ചെന്ന് കയറാൻ പറ്റിയ സമയം, ഇപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഇല്ല, അതുകൊണ്ട് നിന്നെ ഇങ്ങനെ അവിടെ കയറണ്ടെന്ന് പറയാനൊന്നും ആരും ഇല്ലല്ലോ, അപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നോട് അവിടേക്ക് കയറണ്ടെന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞ് ഗംഗേട്ടനും അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ അതന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കൃഷ്ണമോള് ബബിതയുടെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. ഈ സമയത്ത് ബബിതയാണെങ്കിലും ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ ബെഡിൽ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. കൃഷ്ണമോൾ അവിടെ വന്ന് നിൽക്കുന്നതൊക്കെ ബബിത കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ ബബിതയാണെങ്കിലും സങ്കടപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോളും ഒന്നും ബബിതയോട് ചോദിക്കുന്നില്ല, സങ്കടപ്പെട്ടുകൊണ്ട് റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. പിന്നീട് വൈജയന്തി ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ശിവേട്ടനും ഗംഗേട്ടനും പറഞ്ഞ കാര്യം തന്നെയായിരിക്കും, ഇപ്പോൾ അവിടെ ബാലേന്ദ്രൻ ഇല്ലാത്തതുകൊണ്ട് അവിടേക്ക് കയറണ്ടെന്നൊന്നും ആരും പറയത്തില്ലല്ലോ, അപ്പോൾ തിരിച്ചു പോകാമെന്നുള്ള ആ ഒരു ഉദ്ദേശമായിരിക്കും. അപ്പോൾ അലീന പോയോന്ന് ഒന്നുകൂടെ ഉറപ്പിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ എടുത്തിട്ട് ബബിതേനെ വിളിക്കും കേട്ടോ. ബബിതയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. കോള് റിങ് ചെയ്യുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ആദ്യം എടുത്തിട്ട് അവിടെ തന്നെ വെക്കും, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് വൈജയന്തി വീണ്ടും വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബബിത കുറച്ച് ദേഷ്യത്തോടെയാണ് ആ ഫോണ് എടുക്കുന്നത് കേട്ടോ, കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എടുത്ത പാടന്നെ വൈജയന്തി തിരിച്ച് ബബിതയോട് ചൂടാവുകയാണ് കേട്ടോ. എന്തായാലും നിനക്ക് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റത്തില്ലേ, നിന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയും, എനിക്ക് ഫോൺ എടുക്കാൻ മൂടില്ലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് എന്ന്. അപ്പോൾ വൈജയന്തി വയ്ക്കും, നിന്റെ മൂടിന് എന്താ പറ്റിയത്, നിനക്കിന്ന് മൗനവ്രതമായിരിക്കുമല്ലോ, നിന്റെ ചേച്ചി അവിടുന്ന് സ്ഥലം വിട്ടല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അമ്മയുടെ ആഗ്രഹം പോലെ എന്തായാലും നടന്നല്ലോ, അമ്മയ്ക്ക് അത് മതിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ എല്ലാ സാധനവും എടുത്തുകൊണ്ടാണോ അവിടുന്ന് പോയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനവും എടുത്തുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത് എന്ന് ബബിത പറയൂ കേട്ടോ. ഇനി വേണമെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ വന്ന് നോക്കാമെന്നും പറയുന്നുണ്ട് ബബിത. അപ്പോൾ വൈജയന്തി ബബിതനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്, ഞാൻ അവിടെ വന്ന് നോക്കുന്ന സമയത്ത് അവളുടെ എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഞാൻ കൂട്ടിയിട്ട് കത്തിക്കും എന്ന് പറയും. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന്, അമ്മയ്ക്ക് കൂടുതലൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ വെച്ചോട്ടെ എന്ന് ചോദിക്കും കേട്ടോ ബബിത. അപ്പോൾ വൈജയന്തി പറയും, എനിക്ക് പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ, എനിക്ക് അത്രയും മതി, അവൾ എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ വൈജയന്തി ബബിത പറയുന്നുണ്ട്, കൊളത്തുപുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്, അല്ല അമ്മ ഇതൊക്കെ എന്തിനാ അറിയുന്നത് എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ, അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി അതിൻ്റെ കൂട്ടത്ത്. അപ്പോൾ അവൾക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇവിടെ എന്തുമാത്രം സുഖമായിരുന്നു അവൾക്ക് എന്നുള്ളത് എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അത് ശരിയാണ്, അലീന ചേച്ചിക്ക് എന്തുമാത്രം സുഖമായിരുന്നു ഇവിടെ, അമ്മ ഇവിടെ ഉള്ളപ്പോൾ അത് ആ പാവത്തിന് എന്തെങ്കിലും ഒരു മനസ്സമാധാനം സുഖം അമ്മ കൊടുത്തിട്ടുണ്ടോ, അമ്മ ഇവിടുന്ന് പോയ ശേഷം അതിന് കൊടുത്തിട്ടുണ്ടോ ആ പാവത്തിന് എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ പാവം
എന്നിങ്ങനെ പറഞ്ഞ് വൈജയന്തി ആണെങ്കിലും ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അലീനയെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നീ എന്ന് മുതലാണോ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഈ ദൂഷിച്ച വർത്തമാനം കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോൾ എടുക്കാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയാണ്, അതേടി ഇപ്പോൾ എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനും ഞാനാണല്ലോ ദുഷിച്ചത്, ബാക്കിയുള്ളവരൊക്കെ നല്ലവരാണല്ലോ. നീ എന്ന് മുതലാണോ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്, അതൊക്കെ ഒന്ന് നീ ഓർത്ത് നോക്കിയാൽ മതി എന്ന് പറയട്ടെ. അപ്പോൾ അലീന അവരെ മാറ്റിയെടുത്തു എന്നാണ് വൈജയന്തി ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി ഞങ്ങളെ തെറ്റ് കാണുമ്പോൾ മുഖം തിരിക്കാനല്ല പഠിപ്പിച്ചത്, ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനാണ്, അതിന് നേരെ നിന്ന് സംസാരിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അമ്മയ്ക്ക് കൂടുതലൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ വെക്കുകയാണ്, അമ്മ എന്തായാലും ഇങ്ങോട്ടേക്ക് വരില്ലേ, അമ്മയുടെ റൂം വേണമെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്തിടാന്ന് പറയും കേട്ടോ. എന്തായാലും നീ ഇപ്പോൾ വെച്ചോ, ബാക്കി അവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് പബ്ലിക്കാണെങ്കിൽ ആകെ ദേഷ്യമാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ആ പില്ലോ എല്ലാം എടുത്ത് എറിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. വൈജയന്തിയുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ചെറുതായിട്ട് തലയൊക്കെ ഒന്ന് വേദനിക്കുമല്ലോ, അപ്പോൾ തലയ്ക്ക് വേദനിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി പോകാനുള്ളതെല്ലാം ബാഗിലേക്ക് എടുത്ത് വെച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഫോൺ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഡോറിന് തട്ടുന്നത് കേട്ടോ. അപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല, കയറി പോരാൻ പറയും. അപ്പോൾ കമലയാണ് കേട്ടോ. അപ്പോൾ കമല വരുമ്പോൾ തന്നെ കാണുന്നത് വൈജയന്തി ബാഗെല്ലാം പാക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നീ ഇങ്ങനെ എന്താ വൈജയ് ഇപ്പം തന്നെ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഞാനങ്ങ് പോവാന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ, എന്നാലും ഇന്ന് പോകണ്ടായിരുന്നു, ഇന്നും കൂടെ ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തിനാ കമലേട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത്, കമലേട്ടത്തിക്ക് ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് പോകണം എന്നാണ് മനസ്സിൽ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സംസാരം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കമലേട്ടത്തി ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ, ഞാൻ ഇങ്ങോട്ട് വന്നത് കമലേട്ടത്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. കമല വൈജയനോട് പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, നീ ഇങ്ങനെ ആ വീട് വിട്ട് ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ കാരണം എന്താ, നീയല്ലല്ലോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടവൾ, മറ്റവളല്ലായിരുന്നോ, എന്നിട്ട് പിന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് നീ ഇവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അപ്പം അതിൻ്റെ കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾ അവിടുന്ന് പോയല്ലോ, നിൻ്റെ മക്കളും ഭർത്താവും അവളെ സന്തോഷത്തോടെ അല്ല അവിടുന്ന് പറഞ്ഞയച്ചിട്ടുള്ളത്, ഇനിയിപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവർ അവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും, അത് നീ സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ നോക്കിക്കോളാം, അവളുടെ നിഴൽവെട്ടം പോലും ഇനി എൻ്റെ വീടിൻ്റെ അടുത്ത് വരില്ല, അതിനി ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അണുവിട നമ്മളെ വിട്ടുകൊടുക്കരുത്, നമ്മളിങ്ങനെ ഇപ്പോൾ വേറെ വല്ലവരും ആണെങ്കിൽ ഭർത്താവ് പറയുന്നതും കേട്ട് ഇങ്ങനെ പാവത്തിനെ പോലെ അവിടെ നിന്നേനെ, നിന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു, നീ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ അവൾ അവിടുന്ന് വീട് വിട്ട് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് വീട് വിട്ട് കൊടുക്കാൻ പാടില്ല, നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ് നമ്മുടെ തലയിൽ കയറി ഇങ്ങനെ ഇരുന്ന് നിരങ്ങുന്നത്, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ നമ്മുടെ തലയിൽ കയറി നിരങ്ങാൻ ആരെയും അനുവദിക്കരുത്, അതിനിപ്പോൾ ഭർത്താവായാലും മക്കളായാലും ആങ്ങളമാരായാലും എന്നൊക്കെ പറയാനായിട്ട്, എന്തിനും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ അത് നീ ഓർത്ത് വെച്ചോ എന്നൊക്കെ ഇങ്ങനെ കമല എടുത്ത് പറയുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് ഇല്ല എന്നൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം, എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആരൊക്കെ കൂടെ നിന്നെന്നും ആരൊക്കെ കൂടെ നിന്നില്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി കുറച്ച് കമലേനെ ഇങ്ങനെ കമലയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്. കമലയ്ക്കാണെങ്കിൽ അത് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അങ്ങ് നിൽക്കുകയാണ്. എന്തായാലും പിന്നീട് വൈജയന്തി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ആരും അവളെങ്ങനെ കെട്ടിക്കൊണ്ടുവരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് വൈജയനോട്, അത് നീ എന്നെ ഒന്ന് ഊതിയതാണല്ലോ എന്ന്. അപ്പോൾ വൈജ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരെ ഊതിയതല്ല, ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, മനുവിൻ്റെ കാര്യമല്ലേ, അത് ഞാൻ മനുവിനോടും എൻ്റെ ഭർത്താവിനോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അതെന്തായാലും നടക്കത്തില്ല എന്നുള്ളത് എന്നിങ്ങനെ കമല പറയുമ്പോൾ, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ച് വെച്ചിരുന്നത്, ഇപ്പോൾ നടന്നതെല്ലാം എല്ലാവരും കണ്ടതല്ലേ എന്ന് പറയൂ കേട്ടോ. എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം എന്ന് കമല പറയുന്നുണ്ട്. പിന്നീട് എന്തായാലും നീ പോകാൻ ഒരുങ്ങിയതല്ലേ, ഇനിയിപ്പോൾ വൈകിക്കേണ്ട, പോകാൻ നോക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്, ഞാൻ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് എല്ലാവർക്കും സമാധാനം സന്തോഷം ആവുമല്ലോ എന്ന് പറയുമ്പോൾ, അത് അത്രയല്ലേ ഉള്ളൂ എന്നും കമല പറയുകയാണ് കേട്ടോ. അതന്നെയല്ലേ വേണ്ടതെന്നും പറയുന്നുണ്ട്. എന്നിട്ട് കമല പോകാൻ നിൽക്കുമ്പോൾ വൈജയന്തി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞാൻ പോവുമല്ലേ, കമലേട്ടത്തി ഒരു ചായ ഇട്ട് തരുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ചായയോ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഗ്യാസ് തീർന്നോന്ന് അറിയില്ല, ഗ്യാസ് തീരാറായിരുന്നു എന്ന് പറയൂ കേട്ടോ. ഗ്യാസ് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടുതരാമെന്ന് പറയുമ്പോൾ, ഗ്യാസ് ഉണ്ടെങ്കിൽ മതി കമലേട്ടത്തി എന്ന് ഇങ്ങനെ വൈജയാണെങ്കിലും കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് കമല അവിടുന്ന് പോകും കേട്ടോ. പിന്നീട് വൈജയന്തി മാറ്റി
മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നതാണ്. മുത്തശ്ശി കിടക്കായിരിക്കും. വൈജി ചെന്നിട്ട് വിളിക്കുന്ന സമയത്ത് കൈയൊന്ന് പിടിക്കാൻ പറയുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ പുറമൊക്കെ പൊട്ടിപ്പോകുന്ന പോലെയാണ്. കാലിനൊക്കെ നല്ല മരവിപ്പാണ്. ഓരോ ദിവസം കൂടുന്തോറും അതിങ്ങനെ കൂടി വരികയാണെന്ന് പറയേ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ, അല്ലെങ്കിൽ അമ്മയ്ക്കിപ്പോൾ സുഖമായിട്ട് നടക്കായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, എന്നാത്തിനെ കുറേ നടന്നിട്ട് ഇനിയിപ്പോൾ ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ചോദിക്കും അമ്മയ്ക്ക് എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കിടന്നാൽ പോരായിരുന്നോ എന്ന്. അത് ആവശ്യമില്ലാത്തടത്ത് ചെന്ന് കയറുമ്പോഴല്ലേ അമ്മയ്ക്ക് ഹാളിൽ ചെന്നിരിക്കാം, അതുപോലെ തന്നെ മുറ്റത്തൂടെ പതിയെ നടക്കാം എന്ന് പറയുമ്പോൾ ആരോടും സംസാരിക്കാതെ ഇങ്ങനെ നടന്നിട്ട് എന്തിനാ എന്നൊക്കെ ആണ് കേട്ടോ മുത്തശ്ശി വൈജയനോട് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചോദിക്കാനും പറയാനും വന്നതല്ല, ഞാൻ കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയട്ടോ. അപ്പം അതെന്ത് പറ്റി ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീന അവിടുന്ന് പോയി എന്ന് പറയട്ടെ. ഇനിയിപ്പോൾ എന്തിനാ ഞാനിവിടെ നിൽക്കുന്നത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ എവിടേക്കാണ് പോയതെന്ന്. ഇപ്പോൾ വൈജയന്തി പറയും കുളത്തൂപ്പുഴാന്നോ എന്തോ പറയുന്നത് കേട്ടു. എന്തായാലും അവൾ അവിടുന്ന് പോയല്ലോ, സമാധാനമായി. അവളിങ്ങനെ മരത്തിൽ ഇത്തിൽ കണ്ണി പടരുന്ന പോലെയല്ലേ എൻ്റെ കുടുംബത്തിൽ കയറി ഇങ്ങനെ പിടിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പോയി തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അവളായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ, നിനക്ക് മാത്രമേ ഉള്ളൂ ഈ സംശയം എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. നിന്റെ ഭർത്താവിനും ഇല്ല, നിന്റെ ആങ്ങളമാർക്കും ഇല്ല, നിന്റെ മക്കൾക്കും ഇല്ല എന്ന് പറയും കേട്ടോ. അതന്നെയാണ് അവളുടെ വിജയം. അവൾക്ക് എല്ലാവരെയും വശീകരിക്കാനുള്ള കഴിവുണ്ട്. അത് അവൾ 18ാമത്തെ അടവും പഠിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അവൾ എന്നോട് യാത്ര പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അവൾ എന്തായാലും ഇനി തിരിച്ചു വരത്തില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിനക്ക് മാത്രമേ അവളെ സംശയമുള്ളൂ എന്ന് പറയുമ്പോൾ, അങ്ങനെ അലീനയ്ക്ക് വശീകരിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നിട്ട് നിന്നെ അവൾ വശീകരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതെ, എന്നെയും കമലയിടത്തിനെ അവൾ ഇങ്ങനെ പല അടവും നോക്കിയതാണ്, പക്ഷെ ഞങ്ങൾ മാത്രം അതിൽ വീണ് കൊടുത്തില്ല എന്ന് പറയട്ടെ. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, പാലിൽ വിഷത്തിൽ എത്ര പാല് ചേർത്താലും അത് വിഷം തന്നെയായിരിക്കും എന്ന് പറയും. അപ്പോൾ അമ്മ എന്താ ഉദ്ദേശിച്ചത്, ആരെ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ, വിഷം ആരാണോ അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയട്ടോ. അവൾ പോകുന്ന സമയത്ത് എനിക്കൊരു പാര വെച്ചിട്ടാണ് പോയത് എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോൾ, എന്താ അടിയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ആഗ്രയിൽ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചിരുന്നല്ല 23 വർഷം മുന്നേ, അപ്പോൾ അത് മറന്നു പോകരുതെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. എന്നാലും അവളിത് എങ്ങനെ അറിഞ്ഞു? 23 വർഷം മുന്നേ ഉള്ള കാര്യമൊക്കെ അന്ന് അവൾ ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ, അമ്മ അവളോട് പറഞ്ഞു എന്ന് ചോദിക്കും കേട്ടോ വൈജയന്തി. അപ്പോൾ ഞാൻ അവളോട് ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് പറയും. പിന്നെ അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ആങ്ങളമാരും അവളോട് അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, എന്തായാലും അവൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് നീ അതിനനുസരിച്ച് ജീവിക്കുന്നതാണ് ഇനി നല്ലത്. അവൾക്ക് വേണമെങ്കിൽ ഇത് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രനോട് അവൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ആ നിമിഷം തന്നെ വലിയ ബഹളം ഉണ്ടാക്കി ബന്ധം പിരിഞ്ഞേനെന്ന് പറയും. അപ്പോൾ അതാണ് അവളുടെ നന്മ. അവൾക്ക് വേണമെങ്കിൽ നിന്നെ ചൂണ്ടുവിരലിൽ നിർത്തായിരുന്നു, അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യിച്ച്, അല്ലെങ്കിൽ ബാലേന്ദ്രനോടെല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ്. അപ്പം അതവൾ ചെയ്തില്ലല്ലോ, ഒന്നും പറയാതെ പിരിഞ്ഞു പോവല്ലേ ചെയ്തത്. ഇനിയെങ്കിലും നീ അതെല്ലാം മനസ്സിലാക്കി ജീവിച്ചു, അതാണ് നിനക്ക് നല്ലതെന്ന് മുത്തശ്ശി പറയും കേട്ടോ. അവർ തമ്മിൽ ഫോൺ വിളിയെല്ലാം കാണും. അവൾ ബാലേന്ദ്രനോട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നീ ഇനി ജീവിക്കാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. തിരിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈജയന്തി പറയും, എവിടെയെങ്കിലും പോയി ഒന്ന് ചത്താൽ മതിയായിരുന്നു അവൾ എന്ന് പറയും കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, നിന്റെ നാവ് പൊഴുത്തു പോകത്തുള്ളൂ ഷാവേ, ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയും കേട്ടോ. എന്താ അമ്മ അങ്ങനെ പറയുന്നത്? എൻ്റെ ഇങ്ങനെ നാശത്തിൻ്റെ അടിവാരി ഇളക്കാൻ വന്നതല്ലേ അവൾ എന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടുകൂടി ചോദിക്കുമ്പോൾ, നിന്റെ നാശത്തിൻ്റെ ഇത് അടിവേര് നിന്റെ മനസ്സ് തന്നെയാണ് എന്നിങ്ങനെ മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തിൽ വൈജയന്തിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രനും അലീനയും പോകുന്ന വഴിയിൽ എവിടെയോ വണ്ടി നിർത്തി ഇറങ്ങി സംസാരിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി ജോസഫിനെ കുറിച്ചൊക്കെ ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്. അലീനയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴോ ഒരു സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ സ്റ്റാൻലി ജോസഫാണ് കുളത്തുപുഴയിലെ പ്ലാന്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ സ്റ്റാൻലി ജോസഫിനോട് എന്താ പറഞ്ഞതെന്നും ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ നിന്നെ ഏറ്റെടുക്കാമെന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ജോസഫ് അലീനയുടെ അച്ഛനാണെന്നുള്ള കാര്യം അലീന അറിഞ്ഞു എന്ന് തോന്നുന്നു. ബാലചന്ദ്രൻ അലീനയോട് എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, സ്റ്റാൻലി ജോസഫ് ആരാന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്ന്. അത് ചോദിക്കുമ്പോഴാണ് അലീന കരയുന്നത് കേട്ടോ. പിന്നീട് അവർ തിരിച്ചു പോകുന്നതും കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചത്.